എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്നതിന് ധാരാളം അനുഭവങ്ങളുണ്ട്. അതിപ്പോൾ മാത്രമല്ല, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അത് സ്വാഭാവികവുമാണ്. ഒരു മണ്ഡലത്തിലെ ലക്ഷക്കണക്കായ വോട്ടർമാരിൽ നിന്ന് വളരെ കുറച്ച് ആളുകളോട് മാത്രം സംസാരിക്കുകയും ആ സംസാരിച്ചവരിൽ നിന്ന് ട്രെൻഡ് മനസ്സിലാക്കുകയും ആ ട്രെൻഡിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുകയുമാണ് മിക്കപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ ചെയ്യാറുള്ളത്. പ്രീ പോൾ ഫലങ്ങളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അതൊന്നും കൃത്യമായ റിസൾട്ടിലേക്ക് എത്തിച്ചേരുകയോ ജനഹിതത്തെ യഥാവിധി രേഖപ്പെടുത്തുകയോ ചെയ്യാറില്ല. അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മൾ ചോറെടുക്കുന്ന സമയത്ത് വെന്തോ എന്നറിയാൻ ഒരു വറ്റ് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ തിരഞ്ഞെടുപ്പ് ഫലം അങ്ങനെയല്ല. ഒരു വറ്റ് നോക്കി, ഒരു വോട്ടറെ നോക്കിയിട്ട് ട്രെൻഡ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അങ്ങേയറ്റം സാധ്യമാകുന്നത് ഈ പറയുന്ന നിഷ്പക്ഷരായ ആളുകളെ കണ്ട്. കാരണം കൃത്യമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകാതിരിക്കുകയും ആ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ നിശ്ചിതമായ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും അതിലൊന്നും അംഗത്വമില്ലാതിരിക്കുകയും വിവിധ പാർട്ടികൾക്ക് കാലാകാലങ്ങളിൽ വോട്ടുകൾ മാറി മാറി ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചാൽ ഒരു പക്ഷേ ഇവരുടെ ഒരു വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥമായ ഒരു ചിത്രത്തെ മുന്നോട്ട് വെക്കാൻ ഒരു കാലത്തും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഷാഫി ജയിക്കുമെന്നായിരുന്നില്ല, ശൈലജ ടീച്ചർ ജയിക്കുമെന്നായിരുന്നു മിക്കവരുടെയും ഫലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ടിരുന്നത്. പക്ഷെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഒരിടത്തെ മാത്രം ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റു പലയിടങ്ങളിലും ഇതേ സംഭവം തന്നെയാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വാസ്യതയില്ലാത്തത് എന്നതിന്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു മണ്ഡലത്തിലെ ലക്ഷക്കണക്കായ വോട്ടർമാരിൽ നിന്ന് വളരെ ചുരുക്കം ആളുകളോട് സംസാരിച്ചാണ് ട്രെൻഡ് മനസ്സിലാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും എക്സിറ്റ് പോൾ റിസൾട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാറുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾക്കും അതിന് പണം മുടക്കുന്ന പാർട്ടികളാവട്ടെ ചാനലുകളാവട്ടെ ഇവർക്കെല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. നമ്മൾ എക്സിറ്റ് പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അവർക്കൊക്കെ അവരുടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ചാനലുകളായാലും നടത്തിയ ഏജൻസികളായാലും ചിലപ്പോഴെങ്കിലും ചാനലുകൾക്ക് മറവിലിരുന്നു കൊണ്ട് പാർട്ടികൾ തന്നെയും ഫണ്ട് ചെയ്ത് അങ്ങനെ അവർക്ക് അനുകൂലമായ ഒരു വികാരം പതിയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ മിക്കപ്പോഴും കാണാറുണ്ട്. അത് പലപ്പോഴും എക്സിറ്റ് പോൾ സർവേകളെക്കാളേറെ പ്രീ പോൾ സർവേകളിലാണ് കൂടുതൽ പ്രകടമാവാറുള്ളത്. നിങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് പാർട്ടികളുടെ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ആവശ്യമായിരിക്കും. അങ്ങനെ ഈ പറയുന്ന ചാനലുകൾക്കാവട്ടെ സർവേ നടത്തുന്ന ഏജൻസികൾക്കാവട്ടെ വ്യക്തികൾക്കാവട്ടെ അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും. നോക്കൂ, കേരളത്തിൽ 10-ലേറെ സീറ്റുകൾ, 12 സീറ്റുകളോ മറ്റോ NDA മുന്നണിക്ക് പ്രവചിച്ച ഒരു എക്സിറ്റ് പോൾ ഫലം കാണുകയുണ്ടായി. എങ്ങനെ കണക്ക് കൂട്ടിയാലും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ആ ഫലം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സർവേയിൽ എണ്ണി 160 സീറ്റുകളിലേക്ക് അവർ എണ്ണിത്തീർക്കുകയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലാകെ 140 സീറ്റുകളെ നിയമസഭാ സീറ്റുകളെ ഉള്ളൂ എന്ന് പോലും അറിയാതെ എണ്ണി BJPയുടെ കൂടി തൂക്കം ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പോലും അത്രയേറെ അപഹാസ്യവും പരിഹാസ്യവുമായ വിധത്തിൽ പോലും എക്സിറ്റ് പോൾ നടക്കാറുണ്ട്, സർവേകൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർവേകളെ കണ്ട് ഇതായിരിക്കും ജനവിധി എന്ന് തീർപ്പിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ ചില സർവേകൾ സത്യമായി ഭവിക്കാറുണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു കാര്യം സത്യമായി ഭവിക്കും. അത് നമ്മുടെ വ്യക്തികളുടെ സംസാരത്തിലാണെങ്കിലും പ്രവചനങ്ങളിലാണെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവർ പറയുന്നത് എല്ലാ കാലത്തും ശരിയാകുമെന്നുമില്ല. ഒരിക്കൽ പറഞ്ഞു അത് ശരിയായി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചക്ക വീണു മുയൽ ചത്തു എന്നതുകൊണ്ട് എല്ലാ കാലത്തും ചക്ക വീഴണമെന്നോ ചക്ക വീണാൽ തന്നെ മുയൽ അതിന്റെ അടിയിൽ ഉണ്ടാകണമെന്നോ മുയൽ ചാവണമെന്നോ എന്നൊന്നുമില്ല. ഇതൊക്കെ വ്യത്യാസപ്പെടാവുന്നതാണ്. ആ വ്യത്യാസങ്ങൾ തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ട്. എല്ലാവരും സംസാരിക്കുന്നത് ഒരേ ആളുകളോടല്ല എന്നതുകൊണ്ടാണ് വ്യത്യസ്തമായ റിസൾട്ടുകൾ കിട്ടുന്നത്. ചില ആളുകളൊക്കെയും
പിന്നെ സംസാരിക്കുന്നത് അവരുടെ കൂടി രാഷ്ട്രീയ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ ചില ചാനലുകളിലൊക്കെ, യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണാറുണ്ട്. ഒരു പ്രദേശത്ത് പോയിട്ട് അവിടെ പിന്നെ വോട്ടർമാരെ കണ്ട്, ചിലപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാവാം, അങ്ങാടിയിൽ വെറുതെ നിൽക്കുന്ന ആളുകളാവാം, ഏതെങ്കിലും മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളോ അല്ലാത്തവരായ ആളുകളെ കണ്ടിട്ട് ഇവിടെ ആര് ജയിക്കും എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരം പറയുന്നത്, ആ പ്രദേശത്ത് UDFന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയും. LDFന് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയും. ഇനി NDAക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അവരും അവകാശപ്പെടും. അങ്ങനെ അവകാശപ്പെടുന്നതിന് എത്രമേൽ വിശ്വാസ്യതയുണ്ടോ അത്ര തന്നെയേ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും വിശ്വാസ്യതയുള്ളൂ. അതിനർത്ഥം ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും ശരിയായി വരില്ല എന്നുള്ളതല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോഴെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി വന്നേക്കാം. എൻ്റെ നാട്ടിൽ അതിന് പെരച്ചനടിക്കുക എന്ന് പറയും. ഓരോ നാട്ടില് വ്യത്യസ്തമായ പ്രയോഗങ്ങൾ ഉണ്ടാകും. അത് പറഞ്ഞത് അബദ്ധത്തിൽ ശരിയായി വന്നു എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഇപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിരാശയ്ക്കും പ്രസക്തിയില്ല. ഇത് എല്ലാത്തിനും ബാധകമാണ്. മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിലും ബാധകമാണ്. ആരാണ് കൂടുതൽ സീറ്റ് നേടുക എന്ന കാര്യത്തിലും ബാധകമാണ്. ഓരോ മണ്ഡലത്തിലും ആര് ജയിക്കും എന്ന കാര്യത്തിൽ ഇതെല്ലാം ബാധകമായ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് മിക്ക സർവേകളും പ്രവചിച്ചിട്ടുള്ളത്. LDF തുടർ ഭരണം കിട്ടില്ല എന്ന് പ്രവചിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, UDF അവകാശപ്പെട്ടതുപോലെ 100 സീറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ഒരു സർവേയിലും കണ്ടിട്ടില്ല എന്നതാണ്. LDFന് ഭരണവിരുദ്ധമായ ഒരു തരംഗം LDFന്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്ന് മൊത്തത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാവുന്നതാണ്. പക്ഷെ എന്താണ് കൃത്യമായി ജനത്തിന്റെ മനസ്സിലുള്ളത് എന്നതറിയാൻ മെയ് 4 വരെ തന്നെ കാത്തിരിക്കുകയാണ് നല്ലത്. അതിനപ്പുറത്തേക്കുള്ള പ്രവചനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണപരമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മെയ് 4 വരെ കാത്തിരിക്കാം. ആരാണ് ഭരിക്കുക എന്ന് അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങളെ ചൊല്ലിയുള്ള വാദങ്ങൾ, വിവാദങ്ങൾ, വാഗ്വാദങ്ങൾ, കോലാഹലങ്ങളൊക്കെ വെറും സമയം നഷ്ടപ്പെടുത്തലാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.